തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ മന്ത്രിസഭയിൽ പല സ്വരം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസ് നടപടിയെ സ്വാഗതം ചെയ്തപ്പോൾ വെടിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. അതേസമയം പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. വട്ടിയൂർക്കാവ് SHOയും SA-യും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന് ആക്ഷേപിച്ച് BJP കടുത്ത പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ കാപ്പ കേസ് പ്രതിയായതിനാൽ സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സാഹചര്യം നേരിടാൻ വേറെ വഴിയില്ലായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെയാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നുമാണ് പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. ഗുണ്ടകളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ലെന്നും ആകാശത്തേക്ക് വെടിവെച്ച പോലീസിനെ അഭിനന്ദിക്കുന്നു എന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വീകരിച്ചതും ഇതേ നിലപാട് തന്നെ. എന്നാൽ ആവശ്യമില്ലാത്ത വെടിയൊച്ചയാണ് തന്റെ മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് വിയോജിക്കുന്നു മന്ത്രി കെ മുരളീധരൻ. അനാവശ്യമായ ആശങ്ക പോലീസ് ഉണ്ടാക്കരുത്. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. ആവശ്യമില്ലാത്ത വെടിവെച്ചയാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. 20-ലധികം ആളുകളാണ് അറസ്റ്റ് തടയാൻ തടിച്ചുകൂടിയത്. വീടിന് മുന്നിലെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും പുറത്തുവരാൻ സുഗതൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സംഘർഷം ഉണ്ടായതെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പോലീസിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. പോലീസ് നടപടിയിൽ വീഴ്ച സംഭവിച്ചത് ചൂണ്ടിക്കാട്ടി മേയർ VV രാജേഷ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുമാനപ്പെട്ട ആഭ്യന്തര ഉപമന്ത്രി ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. അതേസമയം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. അടിയന്തര കൗൺസിൽ ചേർന്ന് സുഗതനെ പുറത്താക്കണമെന്നാണ് ആവശ്യം. കാപ്പ കേസ് പ്രതിയായ കൗൺസിലറുടെ രാജി ആവശ്യപ്പെട്ട് 15-ന് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ആ സുഗതന്റെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഇവിടുത്തെ കൗൺസിൽ കൂടണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ മേയർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു മേയർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? യഥാർത്ഥത്തിൽ ഗുണ്ട സുഗതൻ എന്ന് പറയുന്ന ആൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായിട്ട് ഈ പറയുന്ന മേയർ മാറിയിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കണം. അത് എടുക്കാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ജനകീയ സമരം ഈ തലസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിഷയമല്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം വിദഗ്ധ അഭിപ്രായം നേടിയുള്ള റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സംഭവം തലസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.